നമസ്കാരം. ശ്രീ ബാബു അബ്രഹാം എഴുതിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതിനകം മലയാളത്തിൽ ഈ പുസ്തകം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചിട്ടുള്ളതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് ഇത് എന്ന് എനിക്ക് പറയാൻ കഴിയും. 1974 ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായ കമ്പിളി കണ്ടത്ത് ജനിച്ചു വളർന്ന ശ്രീ ബാബു അബ്രഹാം തൻ്റെ യൗവനകാലം വരെയുള്ള ജീവിത അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ വരച്ചു കാട്ടുന്നത്. തൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിത സമരത്തിൻ്റെ കഥയാണെങ്കിൽ കൂടി ഈ പുസ്തകത്തിലെ യഥാർത്ഥ നായിക ബാബുവിൻ്റെ സാധാരണക്കാരിയായ അമ്മ ശ്രീമതി നന്ദികുന്നേൽ മേരിയാണ്. മദ്യപാനിയായ ഭർത്താവ് തന്നെയും കുടുംബത്തെയും ഉപേക്ഷിച്ചു പോയ അവസരത്തിൽ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിൻ്റെ പേരിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യപ്പെടുന്ന അവസരത്തിൽ മക്കളെയും കൂട്ടി കല്ലാർകുട്ടി ഡാമിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ശ്രീമതി മേരി പിച്ചയെടുത്തെങ്കിലും നമുക്ക് ജീവിച്ചുകൂടെ എന്ന തൻ്റെ മൂത്ത മകളുടെ വാക്കുകൾ കേട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും പിന്നീട് അവിടുന്ന് നടത്തുന്ന ജീവിത സമരത്തിൻ്റെയും കഥയാണ് ഈ പുസ്തകം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലെ യഥാർത്ഥ നായിക ശ്രീമതി നന്ദികുന്നേൽ മേരിയാണ്. ഈ പുസ്തകം മലയാളികൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്, പ്രത്യേകിച്ചും നമ്മുടെ പുതുതലമുറ. ആ ഒരു കാലഘട്ടത്തിൽ ഭൂരിഭാഗം മലയാളികളും എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, എന്തൊക്കെ ജീവിത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് എന്ന് ഈ പുസ്തകം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എല്ലാവരും നിർബന്ധമായും വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.